തൻ്റെ മുറിയിൽ താൻ അറിയാതെ വന്നു ചേർന്നിട്ടുള്ള ആ പെൺകുട്ടിയെ കണ്ട ആദ്യമൊന്ന് പകച്ചെങ്കിലും രുദ്രൻ അവൻ്റെ മുഖത്തെ സ്ഥായീഭാവമായ ഗൗരവം എടുത്തണിഞ്ഞു. എന്തോ ചതിവ് തനിക്ക് പറ്റാൻ പോകുന്നു എന്ന് അവൻ്റെ ഉള്ളം മൊഴിഞ്ഞുകൊണ്ടിരുന്നു. അവൻ അവളെ ഒന്ന് അടിമുടി വീക്ഷിക്കുകയാണ് ആദ്യം ചെയ്തത്. ഭയന്ന് വിറച്ചതുപോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവൾ ഒന്നുകിൽ ഒരു നാടകക്കാരി ആയിരിക്കണം, അതുമല്ലെങ്കിൽ തനിക്ക് നേരെ ചതി പ്രയോഗിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം കൊണ്ടിട്ടിട്ടുള്ള ഏതോ ഒരു താനവേഷ സ്ത്രീ. അത്തരത്തിലുള്ളവരല്ലാതെ ആരും തന്നെ തൻ്റെ മുറിയിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ കരുതിക്കൂട്ടി കയറില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. ഇതിലേതാണ് എന്ന് സത്യം അവളുടെ നാവിൽ നിന്ന് തന്നെ വീഴണം. താനൊന്ന് വെച്ച ഇപ്പൊ പൊട്ടുമെന്ന നിലയ്ക്കാണ് അവളുടെ നിൽപ്പ്. അത് അവളുടെ അഭിനയമാണ് എന്ന് തോന്നിയ രുദ്രന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. പക്ഷേ നിദ്രയുടെ ചിന്ത മറിച്ചായിരുന്നു. അവൾക്ക് യാതൊന്നും തന്നെ മനസ്സിലായില്ല. രുദ്രദേവ് മഹേശ്വർ, ഇതെങ്ങനെയാണ് താൻ ഇയാളുടെ മുറിയിൽ എത്തിച്ചേർന്നത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരുവനാണ് തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത്. ഒരു ഫിലിം സ്റ്റാറിനെ കണ്ട സന്തോഷമല്ല, പക്ഷെ അവൾക്ക് തോന്നിയത് മറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ താൻ അയാളുടെ മുറിയിൽ പെട്ടുപോയതിലുള്ള അങ്കലാപ്പാണ്. പൊടുന്നനെ അവളുടെ ഞെട്ടൽ ഇരട്ടിപ്പിച്ചുകൊണ്ട് രുദ്രദേവ് എഴുന്നേറ്റ് അവൾക്ക് നേരെ വന്നു. നീ ആരാടി? ഏതവനാ നിന്നെ കെട്ടും കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്? സത്യം പറഞ്ഞ നിനക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ... അവൻ്റെ സ്വരത്തിൽ തങ്ങി നിന്ന ഭീഷണി അവളെ ഭയപ്പെടുത്തിയെങ്കിലും എന്തു പറയുമെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞ് നിദ്ര നിന്നുപോയി. തനിക്കരികിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന രുദ്രദേവിനെ എന്തു പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ പുറകിലോട്ട് അവൾ പോലും അറിയാതെ നിദ്രയുടെ കാലുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പിന്നിലെ ചുമരിൽ തട്ടി നിദ്ര നിൽക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് ശ്വാസോച്ഛ്വാസം വീഴത്തക്ക രീതിക്ക് മുഖം കുനിച്ച് പിടിച്ചുകൊണ്ട് രുദ്രനും അവൾക്കരികിൽ എത്തിയിരുന്നു. അവളുടെ കഴുത്തിൻ്റെ ഇരുവശത്തായി കൈകൾ ചുമരിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് രുദ്രൻ തീ പാറുന്ന നോട്ടത്തോടെ അവളെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ വികാരമപ്പോൾ എന്താണെന്ന് ഭയം മൂലം അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. രുദ്രൻ അവളെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇളം മഞ്ഞ സാരിയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി. അവളെ കണ്ടു കഴിഞ്ഞ ഒരിക്കലും ഒരു മോശം രീതിയിൽ ജീവിക്കുന്ന പെണ്ണാണെന്ന് പറയുകയേയില്ല. വിടർന്ന കണ്ണുകളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കൺപീലികൾ കണ്ണുനീരാൽ കുതിർന്നിരുന്നു. ചുവന്നു തുടുത്ത മുഖവും വിറയ്ക്കുന്ന ചുണ്ടുകളും ആരെയും ആകർഷിക്കാൻ പോന്നതായിരുന്നു. അവളുടെ നീണ്ടുകിടക്കുന്ന മുടി അരയ്ക്കൊപ്പം എത്തി നിന്ന് നൃത്തം ചവിട്ടുന്നു. അവൻ്റെ കത്തുന്ന മിഴികളിലെ ദേഷ്യം ഏറ്റുവാങ്ങാൻ കഴിയാതെ നിദ്ര മുഖം കുനിച്ചു. തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ടെന്ന പോലെ വാക്കുകൾ പുറത്തേക്ക് പ്രവഹിക്കാതെ നിദ്ര നിസ്സഹയായി. ഒന്നും പറയാതെ നിസ്സഹയായി നിൽക്കുന്ന നിദ്രയുടെ ഭാവം കണ്ടപ്പോൾ അതും അവളുടെ അടവാണ് എന്ന് രുദ്രൻ തെറ്റിദ്ധരിച്ചു പോയി. പെട്ടെന്നായിരുന്നു അവന് ഭാവമാറ്റം സംഭവിച്ചത്. അവൻ്റെ കരുത്താർന്ന കൈ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ ചുമരിലേക്ക് അമർത്തി വെച്ചു. പറയടി, എന്താ നിന്റെ ഉദ്ദേശം? ആരാ നിന്നെ പറഞ്ഞു വിട്ടത് എൻ്റെ മുറിയിലേക്ക്? അവൻ്റെ സ്വരം ഭയാനകമാവിധം ചിലമ്പിച്ചുകൊണ്ട് അവളിൽ ഭീതി പടർത്തി. അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് എരിഞ്ഞവളുടെ കവിളിൽ ചുവന്ന് വേദനിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണുകളിൽ നിന്ന് രണ്ടിറ്റ് കണ്ണുനീര് താഴേക്ക് പ്രവഹിച്ചു. നീ കള്ളക്കണ്ണീർ ഒഴുകുന്നത് ആരുടെ മുന്നിലാണെന്ന് ഓർമ്മ വേണം. നിന്നേക്കാൾ വലിയ അഭിനേതാവാണ് ഞാൻ. മോള് അടവെടുക്കാതെയുള്ള സത്യം പറയാൻ നോക്ക്. അവൻ്റെ സംസാരം കേട്ടപ്പോൾ നിദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. താനിപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തൊരവസ്ഥയിലാണ് അയാളിപ്പോൾ ഉള്ളത്. താൻ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന സത്യം വേദനയോടെ നിദ്ര മനസ്സിലാക്കി. അവളുടെ കണ്ണുകളിലെ ദൈന്യത സത്യമാണെന്ന് വിശ്വസിക്കാൻ രുദ്രൻ ഒരുക്കമായിരുന്നില്ല. പെട്ടെന്നാണ് വാതിൽ വലിയ ശബ്ദത്തോടെ മലർക്കെ തുറക്കപ്പെട്ടത്. ഒരു കൂട്ടം മഞ്ഞ പത്രക്കാരും ചാനലുകാരും അടക്കം പലരും മുറിയിലേക്ക് ഇരച്ചു കയറി വന്നു. അവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് അപ്പോഴേക്കും അവർ പകർത്തി തുടങ്ങിയിരുന്നു. നിദ്ര ഞെട്ടിക്കൊണ്ട് അവൻ്റെ പിടിയിൽ നിന്ന് പിടഞ്ഞു മാറി. ഒരു കൂട്ടം ചാനലുകാര് അവൾക്ക് ചുറ്റും വളഞ്ഞു ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയതും നിദ്ര വർദ്ധിച്ച ഭയത്തോടെ കരയാൻ തുടങ്ങിയിരുന്നു. പ്രശസ്ത ഫിലിം ആക്ടർ രുദ്രദേവ് മഹേശ്വർ ഇമ്മോറൽ ട്രാഫിക്കിന് ഹോട്ടലിൽ ഒരു പെൺകുട്ടിയുമായി പിടിക്കപ്പെട്ടിരിക്കുന്നു. 50ഓളം ഫിലിമിൽ നായകവേഷം ചെയ്തിരിക്കുന്ന ഇദ്ദേഹത്തെ ഇത്തരമൊരു അവസ്ഥയിൽ കാണപ്പെട്ടത് ജനങ്ങളെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പറയൂ രുദ്രദേവ്. ഒരു റിപ്പോർട്ടർ രുദ്രന്റെ നേർക്ക് മൈക്ക് നീട്ടിയതും അയാൾ മൈക്ക് പിടിച്ച് ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. ഇറങ്ങടാ.
മുറിക്ക് പുറത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രുദ്രൻ അലറി. ചുറ്റും കൂടി നിന്നവരെ ബലമായി പുറത്താക്കിക്കൊണ്ട് രുദ്രൻ വാതിൽ കൊട്ടിയടച്ചു. അവൻ ദേഷ്യം പൂണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകെട്ടി നടക്കാൻ തുടങ്ങി. ചുറ്റും നടക്കുന്നതൊന്നും വ്യക്തമാക്കാതെ വിതുമ്പിക്കൊണ്ട് നിൽക്കുന്നവളെ കാണും തോറും അവൻ്റെ പക എരിഞ്ഞുകൊണ്ടിരുന്നു. അവൻ പിന്നെയും അവൾക്ക് നേരെ കുതിച്ചു. പറയടി, ആർക്ക് വേണ്ടിയെന്ന് ഈ പണി ചെയ്തത്? നീ പറയാതെ ഇവിടെ നിന്നും പോകില്ല. പത്രക്കാരുടെ മുന്നിൽ ചെന്ന് കുറ്റസമ്മതം നടത്താതെ നീ തിരികെ പോകാമെന്ന് കരുതണ്ട. കൊല്ലാനും മടിക്കില്ല ഞാൻ. അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ അവൾക്ക് അയാളുടെ സിനിമയിലെ ഏതോ കഥാപാത്രവുമായി ഓർമ്മ വന്നത്. നായികയ്ക്ക് നേരെ എന്തോ തെറ്റിദ്ധാരണയാൽ വിരൽ ചൂണ്ടുന്ന നായകൻ്റെ കത്തുന്ന മിഴികൾ. നായിക പ്രതികരിക്കുന്നുണ്ട്, അവന് നേരെ തിരിച്ചും ആക്രോശിക്കുന്നുണ്ട്. ഇവിടെ താൻ സിംഹത്തിന് മുന്നിൽ അകപ്പെട്ട മാൻപേട പോലെയാണ്. തൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു. ഇനി പ്രതികരിച്ച എന്ത്, ഇല്ലെങ്കിൽ എന്ത്? ഒരു കൂട്ടം ആളുകൾക്ക് മുന്നിൽ താൻ നാണം കെടാൻ പോവുകയാണ്. പത്രക്കാർ ഇങ്ങനൊരു വാർത്ത കിട്ടിയാൽ വെറുതെ ഇരിക്കുമോ? ആരെ ചതിക്കാൻ വേണ്ടി ഈ ചതി ആരു ചെയ്തു എന്നാണെങ്കിലും തകർന്നത് താനാണ്. ഇനി ആകെയുള്ള കിടപ്പാടം പോലും തനിക്ക് നഷ്ടമാകും. ചെറിയമ്മയുടെ ഇരുണ്ട മുഖം ഓർക്കവേ അവൾ വിറങ്ങലിച്ച് നിന്നുപോയി. തനിക്ക് മുന്നിലൊരു പാവകണക്കെ നിൽക്കുന്നവളെ മനോവിചാരം മോഹിക്കാൻ കഴിയാത്ത വിധം വീണ്ടും രുദ്രനിൽ രോഷം നിറഞ്ഞു. അവരുടെ പണം വാങ്ങി തന്നെ കൊടുക്കാൻ വന്നതായാലും താൻ അവളെ വെറുതെ വിടില്ല, അവൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും. അവൻ പാഞ്ഞു വന്ന് അവളുടെ കവളിൽ ബലമായി കുത്തിപ്പിടിച്ചു. പിന്നെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവൾ പൊട്ടി തകർന്നു പോയിരുന്നു. കോപം കൊണ്ട് അവൻ ഭ്രാന്തനായി തീർന്നതുപോലെ ഉണ്ടായിരുന്നു. പറയടി, ആരാ നിനക്കെന്നെ ചതിക്കാൻ പണം തന്നത്? ഇതുവരെ ഞാൻ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല, അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ ചതിക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. രുദ്രൻ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉലച്ചു. ശിരസ് പറഞ്ഞു പോകുന്നത് പോലെ തോന്നി നിദ്രയ്ക്ക്. കണ്ണിൽ നിന്ന് കുടുകുടാ നീർത്തുള്ളികൾ ഒഴുകി. അങ്ങേയറ്റം നിസ്സഹായമായ ഒരവസ്ഥയിൽ അവൾ അവനോട് കേണു. സർ, പ്ലീസ്, വേദനിക്കുന്നു, പ്ലീസ് വിട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. രുദ്രൻ ഒന്നുകൂടി അവളുടെ മുടി പിടിച്ചു വലച്ചു. എടി, തെരുവിൽ വ്യഭിചരിച്ച് നടക്കുന്ന വേശ്യകൾക്ക് കാണും നിന്നേക്കാൾ അന്തസ്. അവരൊന്നുമില്ലെങ്കിലും വയറ്റിപ്പിഴപ്പിന് വേണ്ടിയായിരിക്കും ആ തൊഴിൽ ചെയ്യുന്നത്. നീയൊക്കെ ആരോഗ്യമുണ്ടായിട്ടും കണ്ട ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി. അറപ്പാണ് എനിക്ക് നിന്നെ പോലുള്ള അവളുമാരോട്. ഏതവൻ്റെ ക്യാഷ് വാങ്ങിയാണ് നീ എന്നെ ചതിച്ചതെങ്കിലും നീ അനുഭവിപ്പിക്കും ഈ രുദ്രദേവ്. വേദന കടിച്ചു പിടിച്ചു നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവളിൽ നിന്ന് പെട്ടെന്നൊന്നും കിട്ടില്ലെന്ന് അവന് മനസ്സിലായി. പഠിച്ച കള്ളിയാണിവൾ. രുദ്രൻ അവളെ പിറകോട്ട് തള്ളി. അവൾ റൂമിലെ വെണ്മയാർന്ന മനോഹരമായ ഭിത്തിയിൽ തട്ടി നിന്നു. പിന്നെ ഊർന്ന് നിലത്തേക്കിരുന്നു. അപ്പോഴേക്കും വാതിൽ ആരോ വീണ്ടും വീണ്ടും മുട്ടുന്നത് പോലെ തോന്നി രുദ്രന്. പ്രതികരിക്കാതിരിക്കും തോറും തുടരെ തുടരെ മുട്ടുകേട്ടു. ദേഷ്യവും സങ്കടവും അവൻ്റെ സമനില തെറ്റിച്ചു. ഏത് ചെറ്റയാടാ! അത് പറഞ്ഞുകൊണ്ട് അവൻ ഡോറിന് നേർക്ക് പാഞ്ഞു. നിദ്രഭയത്തോടെ ഭിത്തിയിലേക്ക് കൂടുതൽ ഒതുങ്ങിക്കൂടി. അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. രുദ്രൻ വാതിൽ വലിച്ചു തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. മഹാദേവ് വർമ്മ. തൻ്റെ അച്ഛൻ, സിനിമാ മോഹിയായിരുന്ന മകനെ എന്നും നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആള്, തൻ്റെ ബിസിനസ് സാമ്രാജ്യം മകൻ ഏറ്റെടുത്ത് അത് കൂടുതൽ വിജയകരമാക്കണമെന്ന് ആഗ്രഹിച്ച ആള്, തൻ്റെ രാജകുടുംബത്തിൻ്റെ പൈതൃകവും മാമൂലുകളും അനുസരിച്ച് ഏകമകനായ രുദ്രദേവ് തൻ്റെ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച ബിസിനസ് ടൈക്കൂൺ. സിനിമാ മോഹവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ മഹാദേവൻ തൻ്റെ മകനോട് പറഞ്ഞു, ഇത് നിന്റെ നാശത്തിലെ അവസാനിക്കൂ രുദ്ര. നീയായിട്ട് കുടുംബത്തിൻ്റെ പേരും പെരുമയും നശിപ്പിക്കരുത്. അന്നു മുതൽ വാശിയായിരുന്നു. സിനിമയിൽ രുദ്രൻ എത്ര വളർന്നിട്ടും മഹാദേവൻ അത് അംഗീകരിച്ചിരുന്നില്ല. താൻ പറഞ്ഞതനുസരിക്കാത്ത മകനോട് അദ്ദേഹത്തിന് ദേഷ്യം തന്നെയായിരുന്നു. മഹാദേവന്റെ പൗരുഷമായ മുഖത്തേക്ക് നോക്കിയതും രുദ്രന്റെ തല താഴ്ന്നുപോയി. അച്ഛൻ്റെ മുന്നിൽ എന്നും ശിരസുയർത്തിയേ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഒരു വൃത്തികെട്ടവൾ കാരണം. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടെന്ന് അവന് തോന്നി. അച്ഛാ, ഞാൻ... പൊടുന്നനെ മഹാദേവൻ രുദ്രന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. റാസ്കൽ, ഹൗ ഡെയർ യു! എൻ്റെ കുടുംബത്തിന് അഭിമാനം ഇത്രയും നിസ്സാരമായി ഒരു പെണ്ണിൻ്റെ പേരിൽ നശിപ്പിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നാണം കെട്ടവൻ! മഹാദേവിൻ്റെ വാക്കുകൾ രുദ്രന്റെ മനസ്സിൽ തീച്ചൂള പോലെ പെയ്തിറങ്ങി.
ആ അടി കണ്ട് രുദ്രന്റെ പിന്നിൽ നിന്ന് നിദ്രയും വിറങ്ങലിച്ചു പോയി. വാതിൽ തുറന്നപ്പോൾ ഭയപ്പെട്ട് എഴുന്നേറ്റതായിരുന്നു അവൾ. മഹാദേവന്റെ കണ്ണുകൾ വെറുപ്പോടെ തന്നിലേക്ക് നീളുന്നത് കണ്ട് നിദ്ര മുഖം കുനിച്ചു. അപ്പോഴാണ് തൻ്റെ പിന്നിലെ നിഴലനക്കം രുദ്രനും ശ്രദ്ധിച്ചത്. അവൻ്റെ കണ്ണിലെ രോഷവും പകയും കണ്ടവൾ മരവിച്ചു നിന്നുപോയി. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. അത് ഞാൻ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോടും പറഞ്ഞേക്കാം. എന്തിനാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കാനും നാട്ടുകാരുടെ മുന്നിൽ അവരുടെ ശിരസ് കുനിയിപ്പിക്കാനും മാത്രമായി ഇങ്ങനെ ഒരു നശിച്ച സന്തതി? ഇനി നിനക്ക് എൻ്റെ കുടുംബത്തിലേക്കോ എൻ്റെ ബന്ധുക്കൾക്കിടയിലേക്കോ പ്രവേശനമുണ്ടാവില്ല. എൻ്റേതായി ഒന്നും ഇനി നിൻ്റേതല്ല. ഓർത്തോ നീ. ചുറ്റും നിൽക്കുന്ന മീഡിയക്കാരെ പോലും ഓർക്കാതെ മഹാദേവൻ ഉച്ചത്തിൽ ആക്രോശിച്ചു. ദേഷ്യവും സങ്കടവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയിരുന്നു. അവിടെ നടക്കുന്ന ഓരോ രംഗവും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. രുദ്രന്റെയും നിദ്രയുടെയും മുഖത്തേക്ക് ഇടതടവില്ലാതെ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾ ചെന്നടിച്ചുകൊണ്ടിരുന്നു. രുദ്രന് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നി. ഇതുവരെ ലോകത്തിൻ്റെ കണ്ണിൽ രാജകുമാരനായാണ് ജീവിച്ചത്. ഒരാളുടെയും മുന്നിൽ രുദ്രദേവിൻ്റെ തല താണിട്ടില്ല. അതിനനുവദിച്ചില്ല താന്. ഇപ്പൊ മനസ്സറിയാത്ത കാര്യത്തിന് ഒരു പീറപ്പെണ്ണ് കാരണം. പെട്ടെന്നാണ് കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വന്നത്. ബൂട്ടുകളുടെ ശബ്ദം അടുത്തു വരുന്നത് കേട്ട് നിദ്രഭയത്തിന്റെ പാരമിതിയിൽ എത്തിയിരുന്നു. സോറി മിസ്റ്റർ രുദ്രദേവ്, ഇമ്മോറൽ ട്രാഫിക്കിന് ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. മാത്രമല്ല നിങ്ങളുടെ കൂടെ കഴിഞ്ഞ ഈ പെൺകുട്ടിയുടെയും മൊഴിയെടുക്കണം. നിദ്രയ്ക്ക് അത് കേട്ടതും താൻ വീണു പോകുമെന്ന് തോന്നി. അവൾ ആ ഡോറിന്റെ ഒരു സൈഡിൽ അള്ളിപ്പിടിച്ചു. SI പറഞ്ഞത് കേട്ട് മഹാദേവിന്റെ തല താഴ്ന്നു പോയി. ഒരു നീർത്തുള്ളി അച്ഛൻ്റെ കൺകോളിൽ തങ്ങി നിൽക്കുന്നത് കണ്ട് രുദ്രന്റെ ഹൃദയം പിടിഞ്ഞു. അഭിമാനമാണെല്ലാം എന്ന് വിചാരിച്ച് ജീവിച്ച മനുഷ്യനാണ് ഇന്ന് താൻ കാരണം. ഒരിക്കലെങ്കിലും അച്ഛൻ തന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കുന്ന നിമിഷം വലിയൊരു സ്വപ്നമായിരുന്നു. എൻ്റെ മകൻ എൻ്റെ അഭിമാനമാണ്, അവനാണ് ശരി എന്ന് പറയുന്നൊരു നിമിഷം. പക്ഷേ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എല്ലാം തകർന്നു പോയി. തനിക്കെതിരെ നടന്ന ചതി തിരിച്ചറിയാൻ പറ്റിയില്ല. പടുവിഡ്ഢിയായി പോയി രുദ്രദേവ്. പോകാം മിസ്റ്റർ രുദ്രദേവ്. സിന്ധു, ആ പെണ്ണിനെയും വിളിച്ചോ? SI തൻ്റെ കൂടെയുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. മീഡിയക്കാർ തങ്ങൾക്ക് ചാകര കിട്ടിയതുപോലെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. ഇല്ല ഇൻസ്പെക്ടർ, ഞാൻ വരില്ല. ഇവിടെ നടന്നത് എന്താണെന്നും ഇവൾ എൻ്റെ മുറിയിൽ എങ്ങനെ വന്നെന്നും എനിക്കറിയില്ല. ഇവൾ ആരുടെയോ ക്യാഷ് വാങ്ങിയിട്ട് എന്നെ ചതിച്ചതാണ്. അവൻ പറഞ്ഞത് പൂർത്തിയാക്കില്ല. രുദ്രൻ പറഞ്ഞത് കേട്ട് നിദ്രയ്ക്ക് ആ നിമിഷം മരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. ചുറ്റുമുള്ളവർ തന്നെ അവജ്ഞതയോടെ നോക്കുന്നത് കണ്ട് വേദനയാലും അപമാനത്തിലും അവൾ പൊള്ളിപ്പിടഞ്ഞു. കൊള്ളാം മിസ്റ്റർ രുദ്രദേവ്, 2 പേരും കൂടി മുറിയെടുത്ത് സുഖിച്ചിട്ട് ഇപ്പൊ നല്ലവൻ ചമയുന്നു. ഇൻസ്പെക്ടർ പരിഹാസരൂപേണ ചോദിച്ചു. നോ ഇൻസ്പെക്ടർ, ഈ ഹോട്ടൽ CCTV ഉണ്ടാകുമല്ലോ. അതിൽ വിഷ്വൽസ് ചെക്ക് ചെയ്യാം. ഇവളെങ്ങനെ ഇവിടെ എത്തിയെന്ന് അതിലുണ്ടാകുമല്ലോ. അതുവരെ തല താഴ്ത്തി നിന്നിരുന്ന നിദ്രയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു നുറുങ്ങുവട്ടം തെളിഞ്ഞു വന്നു. തനിക്കെന്താണ് സംഭവിച്ചതെന്ന് അതിലൂടെ അറിഞ്ഞാൽ ഈ അപമാനത്തിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം കിട്ടും. ഇൻസ്പെക്ടർ പ്രകടമായ അതൃപ്തിയോടെ രുദ്രനെ നോക്കി. അയാളുടെ മുഖത്തൊരു അസ്വസ്ഥത പരന്നു. ആരാണ് ഈ ഹോട്ടലിന്റെ മാനേജർ? അപ്പോഴാണ് കൂടി നിന്ന ആളുകൾക്കിടയിൽ നിന്ന് കോട്ടും സ്യൂട്ടും ധരിച്ചു വരാൻ മുന്നോട്ട് വന്നത്. സർ, ഞാൻ പ്രേംശങ്കർ, ഈ ഹോട്ടലിന്റെ മാനേജറാണ്. ഐ ആം വെരി സോറി ടു സേ, ഇവിടുത്തെ CCTV 1-2 ദിവസമായി കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പയറിങ്ങിനായി മെക്കാനിക്കിനെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വഴി തെളിവൊന്നും കിട്ടില്ല. നിദ്രയിലും രുദ്രനിലും അയാളുടെ വാക്കുകൾ വല്ലാത്ത ആഘാതമുണ്ടാക്കി. രുദ്രൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് SIയുടെ മുന്നിൽ നിന്നു. സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടിയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്, സത്യം. മിസ്റ്റർ രുദ്രദേവ്, നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നതിന് തെളിവായി CCTV വിഷ്വൽസ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ നേരത്തെ ഉറപ്പ് വരുത്തിയിരിക്കണം. നിങ്ങളുടെ ആക്ടിങ് നന്നായിട്ടുണ്ട്. ഇൻസ്പെക്ടറുടെ ആ പരിഹാസത്തിന് രുദ്രൻ മറുപടി ഉണ്ടായിരുന്നില്ല. ഇനിയൊരു വഴിയുമില്ലെന്ന് അവൻ മനസ്സിലാക്കി. മഹാദേവിന്റെ മുന്നിലൂടെ പോലീസുകാരുടെ അകമ്പടിയോടെ നിദ്രയും രുദ്രദേവും മുറിയിൽ നിന്നിറങ്ങുകയായിരുന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാനാവാത്ത വിധത്തിൽ അവൻ്റെ ശിരസ് കുനിഞ്ഞിരുന്നു. നിദ്രയാകട്ടെ ആകെ മരവിച്ച ഒരവസ്ഥയിലും.